വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് വേണ്ടി കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഒരു പൈതലിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ബിസിനസ്സിൻ്റെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടലിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനത്താൽ ജീവിതത്തെ നിറയ്ക്കണമേ. മകൻ്റെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള ജെറമിയാസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മേൽ എല്ലാ നിലയിലുമുള്ള അനുഗ്രഹത്തെ അങ്ങ് ചൊരിയണമേ. കുടുംബത്തിലെ ഓരോരുത്തരുടെയും നല്ല ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുബായിൽ നിന്നുള്ള ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള ജോർജിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോർജിന് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനവും തലയിൽ ദൈവിക അഭിഷേകവും ലഭിക്കുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കടബാധ്യതകളിൽ നിന്ന് പരിപൂർണമായ ഒരു വിമോചനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുണ്ടിയപ്പള്ളിയിൽ നിന്നുള്ള റെനി ഏബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ കുടുംബത്തിനും ആ കുടുംബജീവിതത്തിൻ്റെ മേൽ വലിയ അനുഗ്രഹത്തെ അങ്ങ് ചൊരിയണമേ. ജോലിയിൽ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള മെറീന ബാബുവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ അമലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എയർഫോഴ്സിൽ നല്ല ഒരു ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. മാത്രമല്ല, ഇളയ മകൻ അജിത്തിന് കർത്താവെ, തൻ്റെ വിദ്യാഭ്യാസത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശൂരനാട് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ തക്കതായ ഒരു ജീവിത പങ്കാളി കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, അതിർത്തി സംബന്ധമായ എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെടാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Brother Damien ministering in USA. Festival of Blessing, Santiago, September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. എനിക്ക് 10 വർഷമായിട്ട് അമീബിയാസിസ് എന്നുള്ള അസുഖം ഉണ്ടായിരുന്നു. അത് വയറിനകത്ത് അമീബ വളരുന്നത് മൂലം വളരുന്ന അസുഖമാണ്. അതെ. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെയധികം പെയിൻ വരും. മാത്രമല്ല, അത് ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് ആവും. സഹോദരി ഇങ്ങനെ പറഞ്ഞേ, രുചിയുള്ള ഒരു ഭക്ഷണവും ഓയിലിയായിട്ടുള്ള ഒരു ഭക്ഷണവും തനിക്ക് കഴിക്കാൻ സാധ്യമല്ല. നോൺ വെജ് കഴിക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചാൽ പിന്നെ സഹോദരി പറയുന്ന വളരെയധികം പ്രശ്നമാകും. അങ്ങനെ സഹോദരി 10 വർഷം അതുമായി നടന്നു. മരുന്ന് കഴിക്കുമ്പോൾ അത് കുറയും, പിന്നെയും അത് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ 3 മാസങ്ങൾക്ക് മുൻപ് താൻ യാദൃച്ഛികമായിട്ടാണ് ബ്ലെസ്സിൻ്റെ ഇവിടെ കാണാനിടയായി തീർന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ടി വിയിലൂടെ പറഞ്ഞു, ആമാശയ സംബന്ധമായ രോഗങ്ങളുള്ളവരെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു.
സംഭവിച്ച കാര്യം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ സഹോദരിയും ആ പ്രാർത്ഥനയുടെ സമയത്ത് വളരെയധികം വിശ്വസിച്ചു, കൈകളെ നീട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 3 മാസമായി. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. യേശു തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കി എന്നാണ് പറയുന്നത്. കൈകൾ രണ്ടും ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ 3 മാസമായിട്ട് ആ പ്രാർത്ഥിച്ച സമയത്ത് എന്താണ് സംഭവിച്ചത്? കൊളൈറ്റിസ് ആയി മാറിയായിരുന്നു. അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് മൂലം സ്റ്റൂള് ബ്ലാക്ക് കളർ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സിവിയർ ആയിരുന്നു, ക്രിട്ടിക്കൽ സ്റ്റേജ്. പിന്നെ മെഡിസിൻ കഴിക്കുമ്പോൾ കുറയും, നിർത്തുമ്പോൾ കൂടും, അങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് ആ 29 മെയ്യിൽ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ആമാശയ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈവനിങ്ങിൽ എൻ്റെ മോശം പോയപ്പം നോർമൽ കളറായി മാറി. ഓ പ്രൈസ് ഗോഡ്. അതിനുശേഷം പിന്നെ ഒരു പ്രശ്നമില്ല. ഈവനിങ് മുതൽ മോഷൻ സാധാരണ കളറിലേക്ക് മാറി. അതിന് മുമ്പ് ഈ ബ്ലാക്ക് കളറിൽ എത്ര നാളുണ്ട്? 2 മാസക്കാലം അത്രത്തോളം ബ്ലീഡിങ് ഉണ്ട്. നിങ്ങൾക്ക് വെളിയിൽ വയറിന് വേദന ഉണ്ടായിരുന്നു, സ്റ്റൊമക് പെയിന്, സ്വെല്ലിങ്, ആസിഡിറ്റി, ഗ്യാസ് ഫോർമേഷൻ, ഇതൊക്കെയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ നിമിഷം യേശു കർത്താവ് തൊട്ടപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യം ഇറങ്ങി വന്നു. എത്ര പേർ ചേർന്ന് കർത്താവിനൊരു ഹല്ലേലൂയ പറയും? കൈകൾ നീട്ടി ഈ മകളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ വലിയ സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി, മാറ്റത്തിനായി നന്ദി പറയുന്നു കർത്താവെ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Romans 8 verse number 3 and 4 says, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 3-4 വചനങ്ങൾ പറയുന്നു. For what the law was powerless to do, because it was weakened by the flesh, God did by sending his own Son in the likeness of sinful flesh to be sin offering. And so he condemned sin in the flesh, in order that the righteous requirement of the law might be fully met in us who do not live according to the flesh but according to the Spirit. 3-ാമത്തെ വചനം, ശരീരത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത് സാധ്യമാക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായ നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. The Bible says our flesh is weak. ബൈബിൾ പറയുന്നു നമ്മുടെ ശരീരം ബലഹീനമാണ്. In other words, by nature we are spiritually weak, all of us. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രകൃതിയ നാം ആത്മീകമായി വളരെയധികം ബലഹീനരാണ്. In other words, we have a sinful nature problem struggling with us. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബൈബിൾ പറയുന്നു നമുക്ക് നമ്മുടെ ശരീരത്തിൽ പാപ സംബന്ധമായ ഒരു സ്വഭാവം വളരെ നമ്മെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. So God has a solution for that. അതിന് ദൈവത്തിനൊരു മറുപടിയുണ്ട്. What is the solution? What is the remedy? എന്താണ് ദൈവം അതിന് നൽകിയിട്ടുള്ള മറുപടി അഥവാ ഫലം എന്നുള്ളത്? This is the solution. Look at me. ഇതാണ് ദൈവം അതിന് നൽകിയ പരിഹാരം എന്നുള്ളത്. All ladies and gentlemen, look എല്ലാ at me. സഹോദരിമാരും സഹോദരന്മാരും ദയവായി ശ്രദ്ധിച്ചാലും This is the solution. ഇതാണ് അതിന്റെ പരിഹാരം. We have a weak sinful flesh. നമുക്ക് വളരെ ബലഹീനമായ പാപ സംബന്ധമായ ഒരു ശരീരമാണുള്ളത്, ജഡമാണുള്ളത്. Do you know the solution? Jesus was sent in the similar form, of a sinful body. He was sent. There was no sin in his flesh, but he was sent exactly like that in human flesh.
and all the sins were condemned on his body so that we can be relieved. എന്താ സംഭവിച്ചത്? നമുക്ക് പകരമായിട്ട് പാപം ഇല്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത യേശു ക്രിസ്തുവിന് പാപസംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെയുള്ള ഒരു ശരീരം അവന് യേശുവിൻ്റെ മേൽ നൽകി അവനെ ഈ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിന് എല്ലാ പാപങ്ങളും അവൻ്റെ ശരീരത്തിൽ ആരോപിക്കപ്പെട്ട് നിർത്തി അങ്ങനെ നാം അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. That is God's solution. അതാണ് ദൈവത്തിന്റെ പരിഹാരം എന്നുള്ളത്. That means we have to completely depend on Jesus. അതിന്റെ അർത്ഥം നാം പരിപൂർണമായി യേശുവിൽ ആശ്രയത്വമുള്ളവരായി മാറണം. Hallelujah. ഹല്ലേലൂയ. Jesus was about to be crucified. യേശു കർത്താവ് ക്രൂശിക്കപ്പെടുവാനായി നിൽക്കുന്ന സമയത്ത് On the previous night he was praying in the garden of Gethsemane. അതിന്റെ തലേ രാത്രിയിൽ അവൻ ഗെത്സമനെ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിച്ചു. The tempter came again ആ സമയത്ത് വീണ്ടും പരീക്ഷകൻ അവന്റെ അടുക്കൽ to വന്നു. take him back from the cross. അവനെ ഈ ക്രൂശിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാനായി ശ്രമിച്ചു. Even Jesus prayed, Lord, if it is thy will, let this cup be removed from my life. യേശു കർത്താവ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങേക്ക് ഹിതമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. If God the Father had heard his prayers, ആ സമയത്ത് സ്വർഗത്തിലെ പിതാവ് ആ പ്രാർത്ഥന കേട്ടിരുന്നെങ്കിൽ we would not be sitting here. നമ്മൾ ആരും ഇതുപോലെ ഇവിടെ ഇരിക്കില്ലായിരുന്നു. But God the Father did not hear that prayer. എന്നാൽ സ്വർഗത്തിലെ പിതാവ് ആ പ്രാർത്ഥന കേട്ടില്ല. And Jesus said, let thy will be done. അപ്പോൾ യേശു പ്രാർത്ഥിച്ചു, എങ്കിലും അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. Okay, when Jesus was in fervent prayers in the garden, യേശു കർത്താവ് ആ തോട്ടത്തിൽ വളരെ ശക്തിമത്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ even his sweat was coming out like huge blood drops. അവന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളായി താഴേക്ക് വീഴുവാൻ തുടങ്ങി. After his prayer session, he came to check what the apostles were doing. അതിനുശേഷം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പസ്തോലന്മാർ എന്താണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാനായി താൻ നടന്നു വന്നു. Because Jesus had commanded them to pray. കാരണം അതിനു മുൻപ് യേശു അവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. All of them were sleeping. എല്ലാ ആളുകളും ഇപ്പോൾ ഉറങ്ങുകയാണ്. None of them was praying. ആരും തന്നെ പ്രാർത്ഥിക്കുന്നില്ല. Matthew 26 verse number 41 says, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വചനത്തിൽ, watch and pray that you will not fall into temptation. The spirit is willing, but the flesh is weak. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 41 പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ശരീരമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. This is a fact. ഇതാണ് സത്യമായിട്ടുള്ള കാര്യം. Jesus is revealing a truth here. യേശു കർത്താവ് അവിടെ ഒരു സത്യത്തെ You വെളിപ്പെടുത്തുകയാണ്. can underline in your Bible, the spirit is willing, but the flesh is weak. നിങ്ങൾക്ക് ബൈബിളിൽ അത് അടിവരയിടാം. ആത്മാവ് ഒരുക്കമുള്ളത്, ശരീരമോ ബലഹീനമത്രേ. So there is a spirit inside us, നമ്മുടെ എല്ലാവരുടെ അകത്തൊരു ആത്മാവുണ്ട്. and that spirit is willing to serve God. ആ ആത്മാവ് ദൈവത്തെ സേവിക്കുവാൻ തയ്യാറായിട്ടുള്ളതാണ്. That spirit is willing to pray. ആ ആത്മാവ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. That spirit is willing to sing and worship the ആ Lord. ആത്മാവ് പാടുവാനും ദൈവത്തെ ആരാധിക്കുവാനും തയ്യാറുള്ളതാണ്. But the എന്നാൽ flesh is weak. എന്നാൽ നമ്മുടെ ശരീരം ബലഹീനമാണ്. So because of that weakness, God is giving us another helper to pray. ഓർക്കുക, ഈ ബലഹീനത നിമിത്തമായിട്ട് ദൈവം നമ്മെ സഹായിക്കുവാനായി മറ്റൊരു സഹായിയെ നൽകിയിരിക്കുകയാണ്. Romans 8:26. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ In the വചനം. same way, the Spirit helps us in our weakness. We do not know what we ought to pray for, but the Spirit Himself intercedes for us through wordless groans. അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ വ്യക്തമാക്കാത്ത വാക്കുകളോടുകൂടിയ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So if you have a weakness in your prayer life, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ, if you know that you are not praying according to the expectation of God, നിങ്ങൾ ദൈവം തമ്പുരാന്റെ നിലവാരം അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, there is a helper available.
നിങ്ങൾക്ക് ഒരു സഹായകൻ ലഭ്യമാണ്. Who is that helper? ആരാണ് സഹായകൻ എന്ന് പറയാമോ? He is the Holy Spirit. അത് പരിശുദ്ധാത്മാവാണ്. None of us knows how to pray, what to pray, when to pray, how to please God in prayer. നമ്മൾ ആർക്കും തന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. Before you leave this place, ഈ സ്ഥലം വിട്ട് നിങ്ങൾ പോകുന്നതിന് മുൻപ് ask the Holy Spirit to come into your life and take over your prayer life. പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നയിക്കുവാനായിട്ട് നിങ്ങൾ അവനോട് ആവശ്യപ്പെടണം. If you pray that prayer, നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ He will come അവൻ വരും. and anytime you can pray. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. Many believers think that the prayer happens in the morning and the prayer happens before bedtime. ഒത്തിരി വിശ്വാസികളും ചിന്തിച്ചിരിക്കുന്നത് പ്രാർത്ഥന നടക്കേണ്ടത് രാവിലെയും അതുപോലെ കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് മാത്രമായിരിക്കും. No sir, no madam, while you are traveling in the train you can pray. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ You don't need സാധിക്കും. to shout and scream. നിങ്ങൾക്ക് അതിനുവേണ്ടി ഒച്ച വെക്കുകയോ ബഹളം വെക്കുകയോ But ആവശ്യമില്ല. in the spirit you can pray. പകരം നിങ്ങളുടെ അകത്തുള്ള ആത്മാവിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. Spirit to spirit communication. ആത്മാവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നടക്കേണ്ടത്. Only the Holy Spirit can do that through you. ഇതുപോലൊരു പ്രാർത്ഥന നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന് മാത്രമേ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. Finally, I want to give you one more scripture portion. ഒടുവിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വചനം കൂടെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. Hebrews 12:12 എബ്രായർക്ക് എഴുതിയ ലേഖനം 12:12 is a fancy number. ഇത് ഒരു ഫാൻസി നമ്പറാണ്. Hebrews 12:12. എബ്രായർ 12:12. Therefore, strengthen your feeble arms and weak knees. ആകയാൽ തളർന്ന കൈകളും ബലഹീനമായ കാൽമുട്ടുകളും നിവർത്തുവേൻ. Are you ready? നിങ്ങൾ തയ്യാറാണോ? This is what is going to happen here. ഇതാണ് ഇന്നിവിടെ സംഭവിക്കാനായി പോകുന്നത്. If you have feeble arms and weak knees, നിങ്ങൾക്ക് തളർന്ന കൈകളും അതുപോലെ ബലഹീനമായ കാൽമുട്ടുകളുമാണ് ഉള്ളതെങ്കിൽ, arms show your action, കൈകൾ നിങ്ങളുടെ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. knees show your prayer life. അപ്പോൾ തന്നെ കാൽമുട്ടുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെയാണ് കാണിക്കുന്നത്. So if you want to do something great for the Lord, your arms should be strong. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ശക്തിമത്തായിരിക്കണം. And if you want to pray strong prayers, your knees should be strengthened. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ശക്തിമത്തായ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാകണമെങ്കിൽ നിങ്ങളുടെ കാൽമുട്ടുകൾ ശക്തിമത്തായിരിക്കണം. And the high priest is willing to strengthen your arms and strengthen your knees. ഓർക്കുക, മഹാപുരോഹിതൻ നിങ്ങളുടെ കൈകളെയും നിങ്ങളുടെ കാൽമുട്ടുകളെയും ശക്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. So what is the conclusion of today's message? അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്താണ്? All of us, we have weaknesses in many areas. നമുക്ക് എല്ലാവർക്കും തന്നെ പല മേഖലകളിൽ ബലഹീനതകളുള്ളവരാണ്. If a neighbor knows it, he will mock at you. നിങ്ങളുടെ അയൽവക്കക്കാരൻ അത് അറിയാമെങ്കിൽ നിങ്ങളെ നോക്കി കളിയാക്കി But ചിരിച്ചെന്നിരിക്കും. Jesus will never do that. എന്നാൽ യേശു കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. Because he is our high priest. കാരണം അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. He will come to strengthen us in that weakness. പകരം അവൻ ഇറങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ആ ബലഹീനതയിലേക്ക് ഇറങ്ങി വന്ന് അവൻ നമ്മെ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. It is his business ഇതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് to എന്നുള്ളത്. strengthen all the weak arms and all the weak knees. ഓർക്കുക, എല്ലാ തളർന്ന കൈകളെയും കുഴഞ്ഞു ബലഹീനമായ കാൽമുട്ടുകളെയും ശക്തീകരിക്കുന്നതാണ് അവന്റെ ബിസിനസ് എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. And if you are saying I have no weakness, you can go right now. എനിക്ക് ഒരു ബലഹീനതയും ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകാം. But if you have any weakness, stand on your feet. I am going to pray. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബലഹീനത ഏതെങ്കിലും മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. The high priest is available tonight here. ഇന്ന് രാത്രി നിങ്ങളെ സഹായിക്കുവാൻ മഹാപുരോഹിതൻ ഇവിടെ വന്നിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. One more time, lay your hands on your heart ഒരിക്കൽ കൂടെ രണ്ട് കൈകളും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്തൊന്ന് വെക്കാമോ? and close your eyes എന്നിട്ട് കണ്ണുകളെല്ലാം അടച്ചു പിടിക്കുക. and open the eyes of his spirit. എന്നിട്ട് നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണുകളെ ഇപ്പോൾ തുറക്കുക. Fix those eyes on Jesus. ആ കണ്ണുകൾ ഇപ്പോൾ യേശുവിലേക്ക് ശ്രദ്ധ Tell him, കേന്ദ്രീകരിക്കുക. Jesus, I acknowledge you as my high priest. എന്നിട്ട് യേശുവിനോട് പറഞ്ഞേ, യേശുവേ, അങ്ങന്റെ മഹാപുരോഹിതനാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു.
pray a prayer in a personal way, in an individual way, in a one-on-one way. ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങളെ ചിന്തിപ്പിച്ച, നിങ്ങളോട് സംസാരിച്ചത് എന്തൊക്കെയാണ്, അത് അങ്ങ് വ്യക്തിപരമായി യേശുവിനോട് അങ്ങ് സംസാരിക്കാമോ? എൻ്റെ യേശുവേ, എൻ്റെ ബലഹീനത ഇവിടെയൊക്കെയാണ് കർത്താവേ. Wants to give you strength, emotional strength. ഇന്ന് രാത്രി ആ മേഖലകളിൽ കർത്താവിന്റെ ഒരു ബലം നിങ്ങൾക്ക് നൽകുകയാണ്. Pray to Jesus right now. നെഞ്ചോട് ചേർത്ത് കൈകൾ വെച്ച് കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. യേശുവേ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് കോൺഫറൻസ് കൊച്ചിൻ ബ്ലെസ്സിങ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ദാറ്റ് വാസ് അമേസിങ്. നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇതുവരെ നടത്തപ്പെട്ട ഏറ്റവും വലുതും വളരെ ഫ്രൂട്ട് ബെയറിംഗ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ റീജിയണൽ ആയി പല റീജിയനുകളെ, കേരളത്തെ 3-4 റീജിയനുകളായി തിരിച്ച് റീജിയണൽ യൂത്ത് കോൺഫറൻസുകൾ നടക്കാൻ പോകുകയാണ്. അതിലേക്ക് യുവജനങ്ങളെ ഇപ്പോഴേ, എല്ലാ യുവാക്കന്മാരെയും യുവതികളെയും ഇപ്പോഴേ തയ്യാറാകാൻ വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഓരോ റീജിയൻ്റെയും ആ ഡേറ്റ് നോക്കി നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് അല്ലെങ്കിൽ താല്പര്യമുള്ളത്, ആ റീജിയനിൽ വന്ന് ഈ യുവജന കോൺഫറൻസിൽ പങ്കെടുക്കുക. ഐ ബിലീവ് ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ യുവർ ലൈഫ് ആൻഡ് യുവർ ഫ്യൂച്ചർ ആൻഡ് യുവർ ഡെസ്റ്റിനി. ദാറ്റ് വിൽ ബി അമേസിങ്. സോ നിങ്ങളുടെ അടുക്കൽ വന്ന്, ഓരോ യൂത്തിൻ്റെ അടുക്കൽ വന്ന് ഞാൻ പേഴ്സണലായി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദിസ് ഇസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, games and more. For registration and more details 0484 422 171. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ ലോകം എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ആസ്മ രോഗം മൂലം ഇൻഹെയിലർ സദാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതുപോലെ ചെസ്റ്റിൽ എപ്പോഴും കഞ്ചക്ഷൻ ഉണ്ടായി, എപ്പോഴും കഫത്തിൻ്റെ പ്രശ്നമുണ്ടായി പ്രയാസം അനുഭവിക്കുന്ന പലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ രോഗം പൂർണ്ണമായി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന, അങ്ങനെ മെഡിസിൻ എടുക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഡിപ്രഷനിലേക്ക് എപ്പോഴും പോകുന്ന ഒരു ടെൻഡൻസിയുള്ള ചില വ്യക്തികളെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തിലും അതുപോലെ തലയിലും ഓരോ കൈകൾ വെച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഐ പ്രേ ഫോർ എ ഹെൽത്തി മൈൻഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ ഫോർ എ ഹെൽത്തി മൈൻഡ് and a healthy heart, healthy emotions, Father, no negative thing. In the name of Jesus, കർത്താവെ, ആ ഡിപ്രഷൻ പൂർണ്ണമായും മാറ്റിക്കൊടുക്കണേ. കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായും കർത്താവ് അതിൽ നിന്ന് വലിയൊരു വിടുതൽ കർത്താവ് നൽകുകയാണ്. ഉറക്കം കിട്ടാത്ത പലരെയും കർത്താവ് ഈ സമയത്ത് വിടുതൽ നൽകുന്നു. കർത്താവെ, ഇത് കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ.
അത് സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം മാറിപ്പോകട്ടെ. ഫൈബ്രോയിഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ തൊട്ട് കർത്താവ് അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഈ സമയത്തുള്ളിൽ വിശ്വസിക്കുക. പ്രശ്നം എന്താണെങ്കിലും വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ. മദ്യപിക്കുന്ന, പുകവലിക്കുന്ന, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന, ലഹരി മരുന്നുകൾക്ക് അടിമകളായ വ്യക്തികൾ ഇപ്പോൾ സ്വതന്ത്രമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അവരിൽ ചിലർക്ക് വേണ്ടി നാളുകളായി ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് ഒരു വിടുതൽ അവർക്ക് നൽകുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നത് കാലിഫോർണിയയിൽ സാൻഡിയോഗയിലാണ്. വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിലെ മീറ്റിങ്ങിലേക്ക് വന്നെത്തിച്ചേരാവുന്ന എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രാർത്ഥന ഡയറി, മൈ പ്രേ ഡയറി, ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.